Hi everyone, this is Rinsi from Groww Malayalam channel. വരാനിരിക്കുന്ന ഒരു IPO നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതാണ് യാത്ര ഓൺലൈൻ ലിമിറ്റഡ്. അപ്പോൾ നിങ്ങൾ ടിവിയിൽ മിക്കപ്പോഴും കാണുന്ന yatra.com ന്റെ ആഡിൽ അത് തന്നെയാണ് ഇത്. അപ്പോൾ സെപ്റ്റംബർ 15 ഫ്രൈഡേ ആണ് യാത്ര ഓൺലൈൻ ലിമിറ്റഡിന്റെ IPO ഓപ്പൺ ആവുന്നത്. അപ്പോൾ സെപ്റ്റംബർ 20th വരെ നിങ്ങൾക്ക് IPO ബിഡ് ചെയ്യാവുന്നതാണ്. അതായത് അടുത്ത വെനസ്ഡേ വരെ. ഈ ഒരു IPOയിൽ 602 കോടിയുടെ ഫ്രഷ് ഇഷ്യൂ, അതുപോലെ 1,21,83,099 ഷെയർ ഓഫർ ഫോർ സെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഹയസ്റ്റ് പ്രൈസ് ബാൻഡ് കണക്കാക്കിയ ഓഫർ ഫോർ സെയിൽ കമ്പോണന്റ് ഏകദേശം 173 കോടിയോളം വരും. ടോട്ടൽ ഇഷ്യൂ സൈസ് ഏകദേശം 775 കോടി രൂപ വരും. പ്രൊമോട്ടേഴ്സ് അവരുടെ കുറച്ച് ഷെയർസ് ഓഫർ ഫോർ സെയിൽ ത്രൂ വിൽക്കുമ്പോൾ കമ്പനി ഫ്രഷ് ക്യാപിറ്റൽ വെച്ചിട്ട് കമ്പനിയുടെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്, അക്വിസിഷൻ, ഇൻഓർഗാനിക് ഗ്രോത്ത്, കസ്റ്റമർ അക്വിസിഷൻ, അതുപോലെ റീടെൻഷനിലേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഓർഗാനിക് ഗ്രോത്ത് ഇനീഷ്യേറ്റീവ്സ് അതുപോലെ തന്നെ പല ജനറൽ കോർപ്പറേറ്റ് പർപ്പസിനായിട്ട് ക്യാപിറ്റൽ ഫണ്ട് ചെയ്യും. നമുക്ക് യാത്ര ഓൺലൈൻ ലിമിറ്റഡിന്റെ ബിസിനസ് ഓവർവ്യൂ നമുക്ക് നോക്കാം. കോർപ്പറേറ്റ് ക്ലയന്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ യാത്ര ഇന്ന് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ട്രാവൽ സർവീസുകളിൽ മാർക്കറ്റ് ലീഡർ ആയിട്ട് തുടരുന്നുണ്ട്. അതുപോലെ ഗ്രോസ് ബുക്കിംഗ് റവന്യൂ, അതുപോലെ ഓപ്പറേറ്റിംഗ് റവന്യൂന്റെ ടേംസിൽ ഇന്ത്യയിലെ തേർഡ് ലാർജസ്റ്റ് ഓൺലൈൻ ട്രാവൽ കമ്പനിയാണ് യാത്ര. അപ്പോൾ ശക്തമായ കോർപ്പറേറ്റ് ക്ലയന്റ് നെറ്റ്വർക്ക് കൂടാതെ അവർക്ക് ഡൊമസ്റ്റിക് OTA, അതായത് ഓൺലൈൻ ട്രാവൽ ഏജൻസി മാർക്കറ്റിലെ ഏറ്റവും വലിയ ഹോട്ടൽ അതുപോലെ അക്കോമഡേഷൻ ടൈപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ കമ്പനിക്ക് 21,05,600 ഹോട്ടലുകളും അതുപോലെ അക്കോമഡേഷൻ പ്രൊവൈഡേഴ്സുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ മെയിൻ കോർപ്പറേറ്റ് ക്ലയന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വലിയ പേരുകളൊക്കെ നമുക്ക് കാണാം. ലൈക്ക് HCL, TCS, BCG, PWC, അതുപോലെ KPMG. ഇപ്പം നിങ്ങൾ കമ്പനിയുടെ മാനേജ്മെന്റ് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ നല്ല രീതിയിൽ തന്നെ ഇപ്പം വളരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ട്രാവൽ മാർക്കറ്റും നല്ലൊരു വളർച്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതോടൊപ്പം ഇതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കമ്പനി അവരുടെ ബിസിനസ് സ്ട്രാറ്റജി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പനി കോർപ്പറേറ്റിലേക്ക് മാത്രമല്ല കൺസ്യൂമർ മാർക്കറ്റിലേക്കും കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇന്ത്യൻ കോർപ്പറേറ്റിലേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ കമ്പനി ആയിട്ടാണ് യാത്രയെ കണക്കാക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് 813 വലിയ കോർപ്പറേറ്റ്സിൽ പ്രസൻസ് ഉണ്ട്. അതുപോലെ 49,800 ആവറേജ് കസ്റ്റമേഴ്സും ഉണ്ട്. കമ്പനിയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ട്രാവൽ അതുപോലെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ മൊത്തം വാല്യൂ ചെയിനിൽ അവർ കവർ ചെയ്യുന്നുണ്ട്. അത് B2C, അതായത് ബിസിനസ് ടു കൺസ്യൂമർ, അതുപോലെ B2B, അതായത് ബിസിനസ് ടു ബിസിനസ് സെഗ്മെന്റിൽ. ഇപ്പോൾ B2C അതുപോലെ B2Bയിൽ ലിവറേജ് ചെയ്തുകൊണ്ട് അവർക്ക് ഇന്ത്യയിൽ അധികം സ്പെൻഡ് ചെയ്യുന്നതും അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ട്രാവലേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പോൾ B2Cയിൽ യാത്രയ്ക്ക് 14 മില്യൺ കസ്റ്റമേഴ്സ് ഉണ്ട്. അതേസമയത്ത് അവർ കോർപ്പറേറ്റ് ക്ലയൻസിന് 7 മില്യൺ എംപ്ലോയീസ്. അപ്പോൾ 1000 നഗരങ്ങളിലായിട്ട് 29,800 ട്രാവൽ ഏജന്റുമാരും. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഈ ഒരു കമ്പനിയുടെ ആപ്പ് അതുപോലെ വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തവരായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ട്രാവലേഴ്സ് അതുപോലെ യാത്രയ്ക്കായിട്ടുള്ള റിസർച്ച് ചെയ്യാനും ബുക്കിംഗ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ വെബ്സൈറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവർ ഡൊമസ്റ്റിക് സർവീസുകൾ മാത്രമല്ല ഇന്റർനാഷണൽ എയർ ടിക്കറ്റിംഗ് സർവീസുകൾ ഇവർ നൽകുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ അവർ ബസ് ടിക്കറ്റിംഗ്, റെയിൽ ടിക്കറ്റിംഗ്, ക്യാബ് ബുക്കിംഗ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ യാത്ര അവരുടെ കൺസ്യൂമേഴ്സിന് ഒരുപാട് ഹോട്ടൽസ്, ഹോം സ്റ്റേ അതുപോലെ അക്കോമഡേഷൻസ് ഒക്കെ അവർ നൽകുന്നുണ്ട്. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 1,05,600 ഹോട്ടൽസ് 1490 സിറ്റികളിലായിട്ട് അവൈലബിൾ ആണ്. പക്ഷേ വേൾഡ് വൈഡ് അവർ ഹോട്ടൽ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ 2 മില്യണിലധികമോളം അത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ OTA പ്ലേയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ യാത്രയ്ക്ക് മാക്സിമം നമ്പർ ഹോട്ടൽ അല്ലെങ്കിൽ അക്കോമഡേഷൻ ടൈപ്പ് ആണ് ഉള്ളത്. ഇതുകൂടാതെ കമ്പനിക്ക് ഹോട്ടൽ പാക്കേജുകൾ നൽകുന്നുണ്ട്, വിസ ഫെസിലിറ്റേഷൻ, ടൂർ, ഇവന്റ്സ്, ഷോസ് അതുപോലെ സൈറ്റ് സീയിങ് സർവീസുകളും നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൺസ്യൂമേഴ്സിന് നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് അതുപോലെ ആപ്ലിക്കേഷൻ വഴിയാണ് അവർ സർവീസുകൾ നൽകുന്നത്. അപ്പോൾ ഇതിന്റെ പുറമെ കോമൺ ടെക്നോളജി പ്ലാറ്റ്ഫോം കാരണം കൺസ്യൂമേഴ്സിന് തടസ്സമില്ലാതെ ഒരു കൺസിസ്റ്റന്റ് യൂസർ എക്സ്പീരിയൻസും ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് കാരണം പുതിയ ഫീച്ചേഴ്സ് അതുപോലെ ഫെസിലിറ്റീസ് ഒക്കെ കമ്പനിക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ടൈം അതുപോലെ മണി ഈ 2 ടേംസിൽ നോക്കിയാലും ഇത് അവർക്ക് ബെനിഫിറ്റ് ചെയ്യും. അപ്പം ഇവരുടെ കൺസ്യൂമർ ബേസ് സ്ട്രോങ് ആണ്. അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആകാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് ഒരുപാട് ലോയാലിറ്റി പ്രോഗ്രാംസ് അതുപോലെ ഇൻസെന്റീവ്സ് അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കമ്പനി മെയിൻലി ക്യാഷ് ലോയാലിറ്റി പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പം ട്രാവലേഴ്സിന് അവരുടെ പ്ലാറ്റ്ഫോം ത്രൂ ട്രാൻസാക്ഷൻ നടത്തിയാൽ ട്രാവൽ പ്ലാറ്റ്ഫോംസിൽ അവർക്ക് പോയിന്റ്സ് കിട്ടും. അത് ഈസി ആയിട്ട് അവർക്ക് റിഡീം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു ലോയാലിറ്റി പ്രോഗ്രാമിൽ ഏകദേശം 7 മില്യൺ ക്യാഷ് രജിസ്റ്റേർഡ് യൂസേഴ്സ് ഉണ്ട്. ബേസിക്കലി യാത്ര അവരുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല വരുമാനം ഉണ്ടാക്കുന്നത്, അവരുടെ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലയൻസിന്റെ സൈഡിൽ നിന്ന് അവർ കൺവെയൻസ് ഫീസ്, മാനേജ്മെന്റ് ഫീസ്, ബുക്കിംഗ് ഫീസ് ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ. അതേ സമയത്ത് കമ്പനി ഫീസ്, ഇൻസെന്റീവ്സ്, GDS റവന്യൂ അതുപോലെ സപ്ലൈസിന്റെ കയ്യിൽ നിന്ന് വേറെ സർവീസുകൾ ലൈക്ക് ഇപ്പോൾ എയർലൈൻ, ഹോട്ടൽസിനൊക്കെ ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യാത്രയുടെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ എയർലൈൻ ടിക്കറ്റിംഗ് ബിസിനസ് അവരുടെ ഓവറോൾ റവന്യൂയിലേക്ക് 46.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഫൈനാൻഷ്യൽ 2023.
ഹോട്ടൽ ആൻഡ് പാക്കേജസ് 38.43% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി അറൌണ്ട് ഒരു 15% അതർ സർവീസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ടൂറിസം ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 2021 ടൂറിസം സ്പെൻഡിംഗിൽ വേൾഡ് 6th പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. അതുപോലെ 2023 ഫൈനാൻഷ്യൽ ഇയർ മുതൽ 2028 ഫൈനാൻഷ്യൽ ഇയറിന്റെ ഇടയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ട്രാവൽ ഇൻഡസ്ട്രിക്ക് 9 മുതൽ 11% ഇടയ്ക്ക് വളരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഓൺലൈൻ ടിക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ 2023ന്റെയും 28ന്റെയും ഇടയ്ക്ക് ഇൻഡസ്ട്രി 11.5 മുതൽ 12.5% ഇടയ്ക്ക് വളരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓൺലൈൻ ടിക്കറ്റിംഗിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ എയർലൈൻ ടിക്കറ്റിനാണ് ഡോമിനേറ്റ് ചെയ്തത്. 2023 to 28ന്റെ ഇടയ്ക്ക് നോക്കുകയാണെങ്കിൽ 13.5 മുതൽ 14.5% കോമ്പൗണ്ട് ചെയ്യാം. ഇനി OTA ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ 2023 മുതൽ 28ന്റെ ഇടയ്ക്ക് 13% CAGR വളരാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് ഇവരുടെ സ്ട്രോങ് ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് പല റെക്കഗ്നേഷൻസ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് മിനിസ്ട്രി ഓഫ് ടൂറിസം, ദ ഇക്കണോമിക് ടൈംസ് ബെസ്റ്റ് ബ്രാൻഡ് 2022, ടോപ്പ് ബിസിനസ് ട്രാവൽ പാർട്ട്ണർ ബൈ സിംഗപ്പൂർ ടൂറിസം ബോർഡ്, ബെസ്റ്റ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ, അതുപോലെ ബെസ്റ്റ് ഇമെയിൽ മാർക്കറ്റിംഗ് B2C ബ്രാൻഡ് പ്രൊമോഷൻ അറ്റ് ഡിജിറ്റൽ ഡ്രാഗൺ അവാർഡ് 2022. അപ്പം സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരുടെ ബ്രാൻഡിന്റെ സ്ട്രെങ്ത് അറിയാൻ വേണ്ടിയിട്ട് 90% ഓർഗാനിക് ട്രാഫിക് മാത്രം മതി. അപ്പം B2C ചാനൽ യാത്രയ്ക്ക് 97.8% സക്സസ് റേറ്റ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷനിലുണ്ട്. ഇനി അടുത്തൊരു സ്ട്രോങ് പോയിന്റ്, അവർ ടോപ്പ് 100 കസ്റ്റമേഴ്സിൽ 91% അവരുടെ കൂടെ 3 വർഷമായിട്ട് അവരുടെ കൂടെയുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക് അതുപോലെ ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ എയർ ടിക്കറ്റിംഗ് റവന്യൂ ആണ്. അപ്പോൾ ഫൈനാൻഷ്യൽ 2023 അവരുടെ ടോട്ടൽ റവന്യൂവിന്റെ 46.82% ജനറേറ്റ് ചെയ്തേക്കുന്നത് എയർ ടിക്കറ്റിംഗ് ബിസിനസ്സിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എയർലൈൻ ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഫൈനാൻഷ്യലിനെ ബാധിക്കുന്നതായിരിക്കും. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രാവൽ ഇൻഡസ്ട്രിക്ക് ഓൾറെഡി കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ കമ്പനിക്ക് ഓൺലൈൻ ട്രാവൽ ഏജൻസി ആയിട്ട് കോമ്പീറ്റ് ചെയ്യണം. അതായത് ബാക്കി OTS, ട്രഡീഷണൽ ഓഫ്ലൈൻ ട്രാവൽ കമ്പനികൾ, ട്രാവൽ റിസർച്ച് കമ്പനികൾ, പേയ്മെന്റ് വാലറ്റ്സ്, സെർച്ച് എഞ്ചിൻ, അത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ പ്ലേയേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പല പ്ലേയേഴ്സിനെ അറിയാമായിരിക്കും. ലൈക്ക് ഇപ്പോൾ ക്ലിയർ ട്രിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ്, തോമസ് കുക്ക് ഇന്ത്യ ലിമിറ്റഡ്, മേക്ക് മൈ ട്രിപ്പ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് പോകുന്നതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ടോട്ടൽ റവന്യൂ അതിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഫിഗേഴ്സ് നിങ്ങൾക്ക് കാണാം. ഫൈനാൻഷ്യൽ 2021, ഫൈനാൻഷ്യൽ 2022, അതുപോലെ ഫൈനാൻഷ്യൽ 2023. EBITDA മാർജിൻ വരുന്നത് 13.6, PAT മാർജിൻ 1.92, P 205, ഇൻഡസ്ട്രി P 56.53, നെറ്റ് ഡെറ്റ് ടു ഇക്വിറ്റി 0.9, ROE 18.10, ROCE 26, 2 years sales CAGR 66.36. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ യാത്ര ഓൺലൈൻ ലിമിറ്റഡിന്റെ IPO ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. IPO ഓപ്പണിംഗ് ഡേറ്റ് September 15, 2023, IPO ക്ലോസിംഗ് ഡേറ്റ് September 20, 2023, IPO പ്രൈസ് ബാൻഡ് 135 to 142 rupees, ലോട്ട് സൈസ് 105 shares, ഇഷ്യൂ സൈസ് 775 crores, ഫ്രഷ് ഇഷ്യൂ 602 crores, ഓഫർ ഫോർ സെയിൽ 173 crores, basis for allotment date September 25th, 2023, listing date September 29th, 2023, listing at BSE and NSE. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ബിസിനസ് അതുപോലെ IPOനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അനാലിസിസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു IPO അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം നമുക്ക് ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.